കായംകുളം കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെയും ദാറുസലാം മദ്രസ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മഹല്ല് പ്രസിഡന്റ് സൂര്യ മഹമൂദ് പതാക ഉയർത്തി. കായംകുളം കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെയും ദാറുസലാം മദ്രസ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മഹല്ല് പ്രസിഡന്റ് സൂര്യ മുഹമ്മദ് പതാക ഉയർത്തി. വിദ്യാർത്ഥിനികളെ നമ്മളെ എല്ലാ വർഷവും നടത്തിവരുന്ന നബിദിന ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്തിൽ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഗംഭീരമായിട്ട് ഈ വർഷവും നടത്തും. റസൂലുള്ളാഹിയുടെ ജന്മദിനം നടത്തുന്നത് റസൂലുള്ളാഹിയുടെ ചര്യകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവരെ ആ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഇതെല്ലാ വർഷവും നടത്തുന്നത്. മഹൽ ഇമാം ബുർഹാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കലും നന്ദി പ്രകാശിപ്പിക്കലും ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ്. ആ സന്തോഷ പ്രകടനത്തിൻ്റെയും നന്ദി പ്രകാശനത്തിൻ്റെയും തുടക്കമാണ് ഈ പതാക ഉയർത്തലിലൂടെ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി പരിപാടികളെല്ലാം വിപുലമായ രീതിയിൽ തന്നെ നടക്കും. എല്ലാവരും അതിൽ പങ്കെടുത്ത് വൻ വിജയമാക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നബിദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജനറൽ സെക്രട്ടറി അസ്ലം ഫാത്തിമാസ് നബിദിന സന്ദേശം നൽകി. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ മാനവമോചനത്തിന് മനുഷ്യന്റെ സർവ്വവിധ പുരോഗതിക്കും നിലനിൽപ്പിനും വേണ്ടി ഇത്രയേറെ സംഭാവന നൽകിയ ഒരു ദാർശനികനെ ലോക ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധ്യമല്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യനും ദൈവത്തോടും മനുഷ്യനോടും മനുഷ്യന് മറ്റ് ഇതര ജീവജാലങ്ങളോടും മനുഷ്യന് പ്രകൃതിയോടും മനുഷ്യന് സസ്യങ്ങളോടും മനുഷ്യന് ഭൂമിയോടും മനുഷ്യന് അവൻ്റെ രാജ്യത്തോടും വേണ്ട എല്ലാ കടമകളും കർത്തവ്യങ്ങളും വ്യക്തവും സുവ്യക്തവുമായി നമ്മെ പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ ജന്മദിനത്തിലാണ് നാം ഉള്ളത്. ഇത്രത്തോളം മാനവിക ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുവാനും 1500 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ ലോകം മുഴുവൻ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹ, ഞാൻ എൻ്റെ വായ് കൊണ്ട് സംസാരിക്കാറില്ല, അള്ളാഹുവിന്റെ വഹി വരാതെ ഞാൻ ഒന്നും സ്വന്തമായി പറയാറില്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ച ഈ മതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ മുഴുവൻ കാര്യങ്ങളും ലോകത്തോട് പറഞ്ഞു 1500 വർഷങ്ങൾ കൊണ്ട് അത് നിലനിന്നു പോവുകയും അത് ജീവിത രീതിയാക്കുകയും ചെയ്ത ഏക മനുഷ്യവിഭാഗം മുസ്ലിങ്ങളാണ്. ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കലും നമ്മളുടെ ബാധ്യതയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് കൊറ്റുകുളങ്ങര മുസ്ലിം ജമാഅത്ത് എല്ലാ വർഷവും നടത്തുന്ന പോലെ കൃത്യം റബീഉൽ അവൽ 1 തന്നെ നമ്മൾ പതാക ഉയർത്തലോടുകൂടി ഈ നബിദിനാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിച്ചു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ പ്രവാചക മദ്ഹ് ഗാനങ്ങളും മധുര വിതരണവും ഒക്കെ നമ്മുടെ ജമാഅത്തിന്റെ ഉണ്ടാവും. ഈ പ്രദേശത്തിന്റെ ചൈതന്യത്തിന്റെ നിതാന്ത നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുഴുവൻ പേർക്കും കൃത്യമായ നബിദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സദർ മുഅല്ലിം ഹക്കീം സഖാഫി സ്വാലിഹ് മാസ്റ്റർ റഹീം ഇബ്രാഹിം കുട്ടി പെരിശ്ശേരി സഫ ബഷീർ റഹീം കൊപ്പാറ ഷുക്കൂർ വഴിച്ചേരി ഷാജി കിഴക്കേത്ത് അഷ്റഫ് മരങ്ങാട്ട് അഹമ്മദ് മങ്ങാട്ട് നൌഷാദ് കൊല്ലത്ത് താഹ പനമൂട്ടിൽ നിസ്താർ മൂന്നുപുരക്കൽ ഹാരിസ് ചക്കാലയിൽ ഗഫൂർ കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം എന്നോണം നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ മുഖ്യമായ ലക്ഷ്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉള്ളതിന്റെ, അതായത് അവൻ പൂർണ്ണമായ വിശ്വാസിയാണ് എന്നതിന്റെ ഭാഗമാണ് നാം മഹത്തായ നബിദിനത്തിന് കൊടി ഉയർത്തലും അതുപോലെ തന്നെ അന്നദാനം വിതരണം ചെയ്യലും മധുരപലഹാരം വിതരണം ചെയ്യലും ഘോഷയാത്ര നടത്തലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളല്ല. നമുക്കറിയാം, അവിടുത്തെ വചനങ്ങളിൽ കാണാം, ലാ ഈമാൻ ലിമൻ ലാ മഹബ്ബത, സ്നേഹമില്ലാത്തവന് ഈമാനില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ ഇത്യാദി പരിപാടികളുമായി നാം ബന്ധപ്പെടൽ അവിടുത്തോടുള്ള ഈമാനിന്റെ, അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കി അനുബന്ധ പരിപാടികളെല്ലാം നാം വളരെ കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CDNet News, കായംകുളം.